മൂർത്തി, നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യങ്ങൾ ചുഴൽമല വെള്ളാർമല സ്കൂൾ ഹൈസ്കൂളിന് സമീപത്തെ ദൃശ്യങ്ങളാണ്. അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനമാണ്. പക്ഷേ ഈ ആളുകൾ പങ്കുവെക്കുന്ന ആശങ്ക പോലെ തന്നെ മുണ്ടക്കൈയിലേക്ക് ആർക്കും എത്താൻ കഴിയുന്നില്ല. നമ്മൾ കാണുന്ന ഈ മേഖലയിലെ പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ ഒക്കെ നമ്മളോട് പങ്കുവെക്കുന്ന ആശങ്ക അതാണ്. ഇവിടെ ഇപ്പോൾ സജീവമായ ഇടപെടലുണ്ട്. പക്ഷേ മുണ്ടക്കൈയിൽ പരിക്കേറ്റവരെ പോലും പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. ആരും അവിടേക്ക് എത്തിയിട്ടില്ല. രാവിലെ പുറപ്പെട്ട NDRF സംഘത്തിന് അവിടെ എത്താൻ കഴിഞ്ഞോ എന്നതിൽ പോലും നമുക്കൊരു സ്ഥിരീകരണമില്ല. അതുകൊണ്ട് തന്നെ മുണ്ടക്കൈയിലെ സാഹചര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. നേരത്തെ അബ്ദുൾ റസാഖ് അവിടെ കുന്തിരിമട്ടത്തെ അബ്ദുൾ റസാഖ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു, ആളുകളെ കാണാനില്ല, പലരെ കുറിച്ചും വിവരമില്ല. അത്തരം കാര്യങ്ങളിലൊന്നും ഒരു ഇടപെടൽ നടത്താൻ ഒരു സംവിധാനത്തിന് കഴിയുന്നില്ല. അങ്ങോട്ടുള്ള ആക്സസ് ഇല്ല. വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് മുണ്ടക്കൈയെ സംബന്ധിച്ചിടത്തോളം. വെള്ളാർമല സ്കൂൾ പരിസരത്ത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ദൃശ്യങ്ങളിലുള്ള സ്ഥലത്തു നിന്നാണ് നിരവധി മൃതദേഹങ്ങൾ നേരത്തെ കണ്ടെടുത്തത്. ചൂരൽമലയിൽ നിന്ന് 11 മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. അതിലേറെയും ഈ ഭാഗത്തു നിന്നാണ്. വലിയ തടിക്കഷ്ണങ്ങളൊക്കെ ഒഴുകി വന്ന പുഴയോരത്ത് സ്കൂൾ കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വന്ന് ഇടിച്ച് നിൽക്കുന്ന കാഴ്ചകൾ കാണാം. അവിടെ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. നിരവധി ആളുകളും തെരച്ചിൽ നടത്തുന്നു. അതിൽ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംഘങ്ങളുണ്ട്. അതോടൊപ്പം നാട്ടുകാരുണ്ട്. ഈ മരത്തടികളുടെയൊക്കെ ഇടയിലാണ് തിരച്ചിൽ നടത്തുന്നത്. JCB ഉപയോഗിച്ച് തടികൾ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. സ്കൂൾ കെട്ടിടത്തിനടക്കം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന കെട്ടിടമല്ല, അതിനപ്പുറത്തെ കെട്ടിടമൊക്കെ ഇത്തരത്തിൽ തടികൾ വന്ന് ഇടിഞ്ഞ കെട്ടിടമാകെ തകർന്നു വീണ ഒരു ഭാഗം അങ്ങനെ തകർന്നു പോയ അവസ്ഥ മറുവശത്തുണ്ട്. പുഴ ഇപ്പോഴും കുത്തി ഒഴുകുകയാണ്. വളരെ വീതി കുറഞ്ഞ ഒരു രീതിയിലായിരുന്നു പുഴയുണ്ടായിരുന്നത്. പക്ഷേ ആ മേലെ പൊട്ടിയതിനു ശേഷം പുഴ ആകെ പരന്നൊഴുകുകയാണ്. ഈ സ്കൂൾ പരിസരത്ത് സ്കൂൾ കെട്ടിടത്തിന് അടുത്തുകൂടി തന്നെ മരങ്ങൾ വന്നടിഞ്ഞ അതാണ് ഏറ്റവും ഈ ഭാഗത്ത് ദുഷ്കരമായ ഒരു സാഹചര്യമുള്ളത്. മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ, JCB ഉപയോഗിച്ച് വലിച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ ഒക്കെയാണ് നടക്കുന്നത്. യന്ത്രവാളുകളൊക്കെ ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ചു മാറ്റുന്നുണ്ട്. ഈ പ്രദേശത്ത് അത്തരത്തിൽ നടത്തിയ തെരച്ചിലൊക്കെയാണ് നേരത്തെ ഒരുപാട് മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തത്. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മുണ്ടക്കൈയിലെ സാഹചര്യം അത് തന്നെയാണ് നമുക്ക് ആശങ്കയുണ്ടാക്കുന്നത്. അവിടേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ചൂരൽമലയിൽ ഈ രക്ഷാപ്രവർത്തനം ഒക്കെ നടക്കുന്നുണ്ട്. ജനപ്രതിനിധികളുണ്ട്, ജില്ലാ ഭരണകൂടത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ കാര്യങ്ങൾ വളരെ സജീവമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് പറയുമ്പോഴൊക്കെ നമ്മളോട് നേരത്തെ ഇവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ ആശങ്ക പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു.